ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനിയും വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ക്രൂശുമരണം സ്വീകരിച്ച് ഉദ്ധാരണം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പ്രാർത്ഥന കൊണ്ട് ജീവിതം അഴിച്ച് പണിയൽ. പ്രാർത്ഥന കൊണ്ട് ജീവിതം അഴിച്ചു പണിയൽ. ദൈവ സംസർഗത്തിനാണ് പൊതുവെ പ്രാർത്ഥന എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നുവെന്നും അതിലൂടെയാണ് മനുഷ്യർ ദൈവത്തെ അറിയുന്നതെന്നും വിശ്വസിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ എൻ്റെ ദൈവമേ എന്ന നിലവിളി ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരൻ 22-ാം അധ്യായം 1-2 ഭാഗത്ത് പ്രകാരം പറയുന്നു: എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരം അറ്റുന്നില്ല. രാത്രികാലത്ത് ഞാൻ നിന്നെ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനുഷ്യ സഹായങ്ങൾ പരാജയപ്പെടുകയും ആശ്വാസത്തിൻ്റെ കണിക പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ നിലവിളിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. 130-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു: യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലവിളിക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നുവെന്ന് ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുന്നതായി നാം ഈ വേദഭാഗത്തിൽ കാണുന്നു. ഹന്ന കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അവൾക്ക് അനുഗ്രഹമുണ്ടായി. 1 ശമൂവേൽ 1:10 1 ശമൂവേൽ 2-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള ഭാഗം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. തുടർച്ചയായ പ്രാർത്ഥനയുടെ ആവശ്യകതയാണ് നാം ഇവിടെ ഓരോരുത്തർക്കും കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 11-ാം അധ്യായം 9-10 നോക്കുമ്പോൾ അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് എവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനും തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് ഈ തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ ജീവിതം അഴിച്ചു പണിയാം എന്നതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി ഒരു നടന്ന സംഭവം ഞാൻ പറയാം. കാലിഫോർണിയയിലെ വെസ്റ്റ്ലാൻഡ് സർവകലാശാലയിൽ മനഃശാസ്ത്ര വകുപ്പിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ വില്യം ആർ പാർക്കർ. സർവകലാശാലയുടെ അടുത്ത് തന്നെ സ്വന്തം വസതിയിൽ താമസിച്ചിരുന്ന പാർക്കറിന് സ്നേഹസമ്പന്നയായ ഭാര്യ, യോഗ്യരായ മക്കൾ, ഇവയെല്ലാം കൊണ്ട് അനുഗ്രഹീത സമ്പന്നയായ അയാൾക്ക് സ്വന്തമായി ഒരു കുറവും പറയുവാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം ഒരു കാൻസർ രോഗിയാണ് എന്ന് വൈദ്യപരിശോധനയിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി. മനോരോഗ വിദഗ്ധരുടെ പരിശോധന വഴി രോഗകാരണം കണ്ടെത്തി. ആ രോഗം ഉണ്ടാകുവാനുണ്ടായ 4 കാരണങ്ങളാണ് ആ മനോരോഗ വിദഗ്ധർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. ഒന്നാമത്തത്, അദ്ദേഹം ഭയമുള്ളവനായിരുന്നു. രണ്ടാമത്തത്, അപകർഷതാബോധം ഉള്ള ആളായിരുന്നു. മൂന്നാമത്തത്, അകാരണമായ കുറ്റബോധം ഉള്ള ആളായിരുന്നു. വ്യക്തിവിരോധം ഉള്ള ആളായിരുന്നു. അതിന് പ്രധാനമായിരുന്നു വ്യക്തിവിരോധം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹം ഒരു കൗൺസിലറിനെ കാണുവാൻ തീരുമാനിച്ചു. വളരെ ചിലവേറിയ ഒരു ചികിത്സയായിരുന്നു അത്
എന്നാൽ അത്രയും തുക ഉണ്ടാക്കുവാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരുന്നു. പ്രാർത്ഥന കൊണ്ട് മനസ്സിൻ്റെ സുസ്ഥിരത വീണ്ടെടുക്കാമെന്ന് അദ്ദേഹത്തോട് ആരോ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഈ കാര്യം ഒന്ന് പ്രയോഗിക്കാൻ നോക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആദ്യമായി പ്രാർത്ഥനയിൽ രസം കണ്ടെത്തുവാനോ അതിൽ മുഴുകുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ തികഞ്ഞ പ്രത്യാശയോടെ അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. മറ്റുള്ളവരോട് വ്യക്തിവിരോധം ഇല്ലാതാക്കാൻ തൻ്റെ പ്രാർത്ഥന ഉപകരിച്ചുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ പ്രാർത്ഥന തന്നെ അദ്ദേഹം ശരണമാക്കി. അദ്ദേഹം ഒരു മാറ്റമുള്ള മനുഷ്യനായി മുമ്പോട്ട് പോയി. 3 മാസത്തെ നിരന്തര പ്രാർത്ഥനയുടെ ഫലം അദ്ദേഹത്തെ ചികിത്സ ഡോക്ടർമാർക്കും വളരെ ആശ്ചര്യമുണ്ടാകത്തക്ക രീതിയിലുള്ളൊരു സംഭവം നടന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അസുഖം എന്ന് പറയുന്നത് കുടലിൽ ആയിരുന്നു കാൻസർ. അത് പിന്നീടുള്ള പരിശോധനയിൽ മനസ്സിലായി അവിടെ അങ്ങനെ ഒരു അസുഖമില്ല എന്ന്. മരിച്ചുയർത്ത ഒരു മനുഷ്യനെ പോലെ ആയിത്തീർന്നു ഡോക്ടർ പാർക്കർ. അദ്ദേഹം ഒരു ഉറച്ച തീരുമാനമെടുത്തു. എൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. അതിനായി അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് പ്രയർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. പ്രാർത്ഥന മൂലം നിങ്ങൾക്ക് ജീവിതം അഴിച്ചു പണിയാം എന്നായിരുന്നു. നമ്മുടെ എല്ലാ കുറവുകളെയും പരിഹരിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ആ പുസ്തകം ലോകത്തോട് പറഞ്ഞു. പലർക്കും അത് ഉപകാരപ്പെട്ടു. ഡോക്ടർ പാർക്കർ പറയുന്നു, നമുക്കിപ്പോൾ വേണ്ടത് അനുരഞ്ജനമാണ്, വിട്ടുവീഴ്ചയാണ്, ധീരതയാണ്, സംതൃപ്തിയാണ്, സൗഹാർദ്ദമാണ്. അത് ലക്ഷ്യമാക്കി മുമ്പോട്ട് നീങ്ങുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അത് നമ്മുടെ ഉള്ളിൽ നിന്നും വീണ്ടെടുക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേടേണ്ടതായ കാര്യം നമുക്ക് നേടിയെടുക്കുവാനായിട്ട്, നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് അത് പരിണമിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം നമ്മെ എത്രമാത്രം ദൈവത്തിൽ അർപ്പിക്കുന്നുവോ അത്രയും പ്രയോജനം ഉണ്ടാകുമെന്ന് ഈ പാർക്കറിൻ്റെ കഥ നമ്മളോട് പറയുന്നു. ഇത് നടന്നതായ ഒരു സംഭവമാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് നമ്മൾ പാടേണ്ടതായ ഒരു പാട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.